കട്ടപ്പന നഗരസഭ അവതരിപ്പിക്കുന്നു കമനീയം കട്ടപ്പന മഹനീയം കേരളം. പച്ചപ്പുകൊണ്ട് പരവതാനി വിരിച്ച കട്ടപ്പന എക്കാലവും ഏവരെയും നെഞ്ചോട് ചേർക്കുന്നു. അതുകൊണ്ടുതന്നെ ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇടത്താവളമായി കട്ടപ്പന മാറിക്കഴിഞ്ഞു. ഏറെ ശുചിത്വമുള്ള മനോഹരമായ നഗരമെന്നതാണ് കട്ടപ്പനയെ ഏവരുടെയും പ്രിയങ്കരിയാക്കുന്നത്. പ്രകൃതി കനിഞ്ഞു നൽകിയ മനോഹാരിതകൾ കൊണ്ട് സമ്പുഷ്ടമായ കട്ടപ്പനയെ സുന്ദര നഗരമായി നിലനിർത്തുന്നതിൽ കട്ടപ്പന നഗരസഭ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. കട്ടപ്പനയെ കമനീയമാക്കാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കാം എന്ന സന്ദേശം പൊതുജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അജൈവ പാഴ്വസ്തുക്കളുടെ വാതിൽപ്പടി ശേഖരണം, ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണം എന്നീ കാര്യങ്ങളിൽ 2023 മാർച്ച് മാസത്തിലേക്കാൾ നല്ല രീതിയിൽ കട്ടപ്പന നഗരസഭയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിലുള്ള പ്ലാസ്റ്റിക്, കടകളിലുള്ള പ്ലാസ്റ്റിക് എന്നിവ ശേഖരിക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മസേനയെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ നമുക്ക് ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ബയോഗ്യാസ് പ്ലാന്റ്, അതുപോലെ റിംഗ് കമ്പോസ്റ്റ് എന്നിവ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങളും കടയിലുള്ള ജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അമല എക്കോ ക്ലീൻ അംഗീകൃത ഏജൻസിയെ നമ്മൾ ജൈവ മാലിന്യങ്ങൾ സംസ്കരണത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സ്നേഹാരാമം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിലെ 4 ഗാർബേജ് വൾണറബിൾ പോയിന്റുകളിൽ സ്നേഹാരാമങ്ങൾ ഒരുക്കി നൽകി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് സമീപവും ITA കോളേജിന് മുൻവശത്തും കൊച്ചുതോവാള ബസ് സ്റ്റോപ്പിലും 20 ഏക്കർ ശ്മശാനത്തിന് മുൻപിലായുമാണ് സ്നേഹാരാമങ്ങൾ ഒരുക്കിയത്. നിലവിൽ സ്നേഹാരാമങ്ങൾ വൃത്തിയായി പരിപാലിച്ചു പോകുന്നു. കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു പുത്തൻ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. ജൈവ പാഴ്വസ്തുക്കളും അജൈവ മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ സാമ്പത്തിക വർഷത്തിൽ നിരവധി പ്രോജക്റ്റുകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. ട്യൂബിൻ നഗരസഭയെ വലിച്ചെറിയൽ മുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ പേപ്പർ, പ്ലാസ്റ്റിക് എന്നിവ നിക്ഷേപിക്കുന്നതിനായി 24 ബിന്നുകൾ സ്ഥാപിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ജംഗ്ഷൻ, പുളിയൻമല, ഇടുക്കിക്കവല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബിന്നുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മിനി MCF നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹരിതകർമ്മസേന വാതിൽപ്പടി ശേഖരണത്തിൽ നിന്നും ലഭിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനായി 47 മിനി MCFകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. CCTV നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി 6 CCTVകൾ സ്ഥാപിച്ചു. 9 എണ്ണം കൂടി സ്ഥാപിക്കുന്നതിന്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. IEC ബസ്സിൽ സ്റ്റിക്കർ പതിപ്പിച്ചത്. ബസ്സിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന പ്രവണത വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകി KSRTC സ്വകാര്യ ബസ്സുകളിൽ ബോധവൽക്കരണ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. ബയോബിൻ കമ്മ്യൂണിറ്റി തലത്തിൽ ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 4 ഇടങ്ങളിൽ ബയോബിന്നുകൾ സ്ഥാപിക്കുകയും ആയത് വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തുമ്പൂർ മൊഴി കട്ടപ്പന നഗരസഭാ പരിധിയിലെ താലൂക്ക് ആശുപത്രി, തൂങ്കുഴി സങ്കേതം, ഗവൺമെന്റ് ITI, വാഴവര ഗവൺമെന്റ് ഹൈസ്കൂൾ, മംഗളം സങ്കേതം എന്നിവിടങ്ങളിൽ തുമ്പൂർ മൊഴി യൂണിറ്റുകൾ നൽകുകയും പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. നമ്മുടെ കട്ടപ്പന നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെയും ശുചീകരണ തൊഴിലാളികളുടെയും ഒക്കെ അകമഴിഞ്ഞ സേവനം അതിനായി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്കും അജൈവ പാഴ്വസ്തുക്കളും ഒന്നുകിൽ കത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് വലിച്ചെറിയുക എന്നതിനപ്പുറം മറ്റൊരു ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലില്ലായിരുന്ന സന്ദർഭത്തിലാണ് ഹരിതകർമ്മസേന എന്ന സംവിധാനം നിലവിൽ വരിക. ആ ഹരിതകർമ്മസേന 2023 ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 70-75% സർവീസ് കവറേജ് ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് 2025 മാർച്ചിലേക്ക് എത്തുമ്പോൾ 100% കവറേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രവർത്തന മികവ്, പ്രവർത്തന നേട്ടം. വാൾ പെയിന്റിംഗ് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാൾ പെയിന്റിങ്ങുകൾ നടത്തി നഗരം മനോഹരമാക്കുന്നതിനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കട്ടപ്പനയെ കമനീയമാക്കുവാൻ കട്ടയ്ക്ക് നിൽക്കാം എന്ന ടാഗ് ലൈൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്കൂൾ വിദ്യാർത്ഥികളെ നിയോഗിച്ച് സർവീസ് ബസ്സുകളിൽ ബോധവൽക്കരണം നടത്തിയത് പുതിയ കാൽവയ്പായി മാറി. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 2023 മാർച്ച് മുതൽ 2025 മാർച്ച് വരെ 204 നിയമ ലംഘനങ്ങളിൽ കേസെടുക്കുകയും 7,62,700 രൂപ പിഴ ചുമത്തുകയും 6,95,700 രൂപ ഈടാക്കുകയും ചെയ്തു. ആകെ 91.22% പിഴ ഈടാക്കി. കുട്ടികളുടെ ഹരിതസഭ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതിന് ജില്ലയിൽ 2ാം സ്ഥാനം നേടുവാൻ കട്ടപ്പന നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്.
നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നിയമ നടപടികൾ സ്വീകരിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതല്ല എന്ന സന്ദേശമടങ്ങിയ സ്റ്റിക്കറുകൾ കടകളിൽ പതിച്ചു. ഉറവിട മാലിന്യ സംസ്കരണം. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റ്, റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റ് എന്നിവ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തു. ഹരിതകർമ്മസേനയ്ക്ക് ഫെസിലിറ്റേഷൻ സെന്റർ. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിച്ചു. ഈ സെന്ററിലൂടെ ഉറവിട മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ഇനോക്കുലം സപ്ലൈ ചെയ്യുന്നതിനും ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് നിശ്ചിത നിരക്കിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഫെസിലിറ്റേഷൻ സെന്റർ കം RRR സെന്റർ ആയിട്ടാണ് ഇവ പ്രവർത്തിക്കുക. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ IEC ബോർഡുകളും ഓടകളിൽ ഡ്രൈനേജ് ഗ്രില്ലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരത്തെ മനോഹര നഗരമായി നിലനിർത്താൻ കട്ടപ്പന നഗരസഭയോടൊപ്പം നമുക്കും കൈകോർക്കാം. കമനീയം കട്ടപ്പന, മഹനീയം കേരളം.